ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. എന്ന് പറഞ്ഞേ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അങ്ങനെ ഒരു പ്രബോധനം നൽകാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് പ്രബോധനമെങ്കിൽ, അത് മനുഷ്യന് ചെയ്യാൻ പാടുള്ളതാണെങ്കിൽ അത് പറയാൻ ആർക്ക് പറ്റും? ദൈവത്തിനേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇപ്പം ചില ആൾക്കാർ മനസ്സില്ലാ മനസ്സോടെയൊക്കെ അനുഗ്രഹിക്കല്ലേ. എൻ്റെ മക്കളെ, ഇത് നമുക്കിതിൽ പാടുള്ള പരിപാടിയാണ്. നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ 2 തിരിയും കത്തിച്ച് 2 പത്രവും കൊടുത്ത് കുറച്ച് പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം പരിപാടി ഉണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഉടമ്പടി വളർച്ച എന്ന് പറയണത് ഒരു ദൈവികതയിലേക്ക് വളരുകയാണ്. നമ്മുടെ സംസ്കാരമാണ് വരണത്. ഒരു സംസ്കരിച്ച് നമ്മൾ വളർന്ന് വരികയാണ്. ഇത് വളർന്ന് മറിഞ്ഞ അനുസരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടതേ, നമുക്ക് ഉടമ്പടി ഇപ്പോൾ എത്രയോ പേര് മാതാവിനെ നേരിട്ട് കണ്ടല്ലേ അല്ലേ? എത്രയോ പേര്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. മേരി ജോർജ് എന്ന് പറഞ്ഞൊരു മോളാണ്. നമ്മുടെ യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. ഇപ്പം മേരി ജോർജിന് അവർ പക്കാ കരിസ്മാറ്റിക്കാണ്. അവർക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല. അപ്പം ചില കരിസ്മാറ്റിക്കാർക്ക് അങ്ങനെ ഉണ്ട്. എന്താണെന്ന് കാര്യമൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവരങ്ങനെ വരത്തില്ല. കാര്യം അവർക്ക് തെറ്റായ ബോധ്യങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ മകള് പറഞ്ഞത്, മക്കളില്ല, അവർക്ക് മക്കളില്ല. ആരും മേരി ജോർജിൻ്റെ മകൾക്ക് മക്കളില്ല. അപ്പോൾ അവളൊരു ധ്യാനത്തിൽ പോയപ്പോൾ അവിടെ ധ്യാനം കൂടിയപ്പോൾ IVF എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാനഗുരു പറഞ്ഞു, ഈ 4 സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് അതിൽ 3 കൊന്നു കളഞ്ഞിട്ട് 1 നിൻ്റെ വയറ്റിൽ വെച്ച് തരത്തുള്ളൂ. അപ്പം നീ കാരണം വേറെ 3 സിദ്ധാന്തങ്ങൾ സൈഗോട്ട് ഡാമേജ് ആയി പോകുമെന്ന് പറയാം. അപ്പോൾ അവൾ ഒക്കെ ഒരു ആന്തരിക ബുദ്ധി കിട്ടി. അവളൊരു തീരുമാനം എടുത്ത്. അവളെന്താ പറയണത്? അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം 3 കുഞ്ഞുങ്ങൾ വേറെ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ അങ്ങനെ 3 കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് അവളൊരു തീരുമാനം എടുക്കും. എൻ്റെ മക്കളിൻ്റെ പ്രശ്നം ഇത് ഇപ്പം നോക്കി, ഈ കുട്ടി എന്താ പറയണത്? അവളൊരു 10, 22, 24 വയസ്സുള്ള കുട്ടിയാണ്. അവൾ പറയണത് എന്താണ്? ഈ IVF എടുത്തുകൊണ്ട് 3 കുഞ്ഞുങ്ങൾ 4 സൈഗോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ 1 നമുക്ക് ആവശ്യമുള്ള ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ബാക്കി 3 കൊന്നുകളെന്ന് പറഞ്ഞില്ലേ, അതിനെ തട്ടിക്കളയെന്ന് പറയുമ്പോൾ അവളെന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു കൊലപാതകയായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനം മാറ്റിയിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയത്തില്ല. അവളുടെ തീരുമാനമെടുത്ത്. എന്നിട്ട് അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി കൃപാസനത്തിൽ പോയി നോക്കട്ടെ, പരിശുദ്ധ അമ്മ എന്നാ പറയണം നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇവളുടെ അമ്മ പറയും, മേരി ജോർജ് പറയും, നീ കൃപാസനത്തിൽ പോകരുത്, അത് ചുമ്മാ തട്ടിപ്പൊക്കെ കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയത്തില്ലല്ല. അവരുടെ അച്ഛനെ വെള്ളംകണ്ടി പോയിട്ട് എന്തോ ദർശനം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആൾക്കാർക്ക് പത്രമൊക്കെ കൊടുത്ത് കാശ് മേടിക്കണമെന്ന് പറയും. അവരിങ്ങനെ പറയണാണ് സംഭവം. അവർക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോഴേ അവർ വിടത്തില്ല. പക്ഷേ എങ്കിലും അവൾ പറയും, എനിക്കിപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണല്ല, ഇനി വേറെ കേരളത്തിൽ പോകാൻ സ്ഥലമില്ലല്ലോ, അതാണ് അവരുടെ മനസ്സിൽ പറയണത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അവൾ നോക്കി. അവളോട് വന്ന ഉടനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അവൾ പ്രഗ്നൻ്റ് ആവും. ഒരാഴ്ചക്കുള്ളിൽ. അമ്മ ഇത് ഭയങ്കര സ്പീഡാണല്ലേ. നമ്മളെ എന്താ ഇവിടെ സത്യസന്ധ. അവളെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് IVFൻ്റെ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അമ്മ കേട്ടല്ല. അവിടെ സത്യസന്ധമാണല്ലോ വിഷയം. 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞിന് എനിക്ക് വേണ്ട എന്ന് അവൾ തീരുമാനം എടുത്തില്ലേ. അപ്പോൾ അവൾ ഞാൻ കുഞ്ഞിലാ ജീവിച്ചോളാം, എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടും കൊല്ലരുതെന്ന് പറഞ്ഞ പ്രമാണം 5-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടും എനിക്ക് കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനം എടുത്തത് ദൈവം കേട്ട്. നിങ്ങൾക്കറിയാവില്ല ദൈവത്തിൻ്റെ സ്വഭാവം. നീ ഇരിക്കുന്നതും നിൽക്കുന്നതും എടുത്ത് ഒന്ന് വായിച്ച്
139 2 വായിച്ച് സങ്കീർത്തനം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 139 സങ്കീർത്തനം 2 തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇതാ വിഷയം. അതായത് നമ്മളൊരു സംഭവം മനസ്സിൽ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ദൈവം അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം. അതെല്ലായിടത്തും ഉണ്ടാകണം. ദൈവത്തിനൊന്നും മറക്കാൻ പറ്റത്തില്ല. നീ എവിടെ പോയി ഒളിച്ചാൽ ആ താഴേക്ക് വായിച്ച് എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മൾക്ക് ദൈവത്തിന് മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചില വിഡ്ഢിയുടെ പറയവയോ, പിന്നെ 10,000 കോടി മനുഷ്യരില്ലേ, അവരിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ് ദൈവത്തിന് അറിയാൻ പറ്റുക? ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢികാന്മാരുണ്ടേ, ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢിയാന്മാർ. നിങ്ങൾ പറയണത് ദൈവത്തിന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ആൾക്കാർ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലേ? ആൾക്കാർ നടക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചോ, ഓരോ വ്യക്തിയുടെ ചിന്തകൾ, ചെയ്തികൾ, ആ വ്യക്തിയുടെ മൂവ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൃത്യജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ജീവിക്കാൻ, വിശുദ്ധിയോടെ സാക്ഷിയാകാൻ എനിക്ക് ആന്തരികമായ ശക്തി നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. കാര്യം ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഈ വരുന്ന മേരി ജോർജിൻ്റെ സാക്ഷ്യം തന്നെ കേൾക്കാം. ആ മകള് കുഞ്ഞുമായിട്ടാണ് വന്ന് സാക്ഷ്യം പറഞ്ഞു. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അവൾ ഓക്കെ ആയത് കാരണം, അവൾ വിശ്വാസപരമായിട്ട് ഓക്കെയാണ് ആൾ. അത് കാരണം അമ്മ ഒന്നും കാണിക്കില്ല, അമ്മ കുഞ്ഞിനെ കൊടുത്തു, വന്നപ്പോൾ തന്നെ കൊടുത്ത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കടത്തിൻ്റെ പരിഹാരവും എല്ലാം അമ്മയുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കിട്ടണം. കിട്ടണമെങ്കിൽ എന്താ മാർഗം? നിങ്ങൾ അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി. നിങ്ങളുടെ ഈ വിചാരങ്ങളാണ് പ്രോബ്ലം. എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. വിചാരങ്ങളാണ് പോണത്. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞു. എന്നാൽ നൈസി വെട്ടക്കലിൻ്റെ സാക്ഷ്യം എന്താ? അവൾ ഇതിലെ കൂടി പോകുമ്പോൾ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. ഇതിലെ കൂടി ബസ്സിന് പോകുമ്പോഴേ കിഴക്കട്ട് നോക്കുക, മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും അവൾ. എന്താ കാര്യം? അവൾ ഉടമ്പടി എടുത്ത പാർട്ടിയാണ്. ഉടമ്പടി എടുത്ത ഒരു ആളാണ്. മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. വേറെ അസുഖമൊന്നുമില്ല. എന്താണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയാൻ കാരണം? അവൾക്ക് ഇസ്രയേലിൽ പോകാൻ വേണ്ടിയാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. നൈസി വെട്ടക്കൽ സാക്ഷ്യം കേട്ടല്ലേ അല്ലേ? ആ, ഇസ്രയേലിൽ ഉടമ്പടി എടുത്ത. പക്ഷേ എന്നാ സംഭവിച്ചിരിക്കണത്? പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എല്ലാ യാത്രക്കെല്ലാം സെറ്റ് ചെയ്ത് വിസയുമായി പോകാനുള്ള എല്ലാ പേപ്പറുമായി പൈസയുമായി വന്നപ്പോൾ ഏജൻറ്റ് പറയണേ 2 ദിവസത്തെ താമസമുണ്ടെന്ന് പറഞ്ഞ് അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതോടുകൂടി ഇനി അടുത്ത ഇൻടേക്കിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി അത് ഏതാണ്ട് ഒക്ടോബർ 4-ാം തീയതി മറ്റേ പറഞ്ഞതാണ്. ഇവക്കതിന് ഭയങ്കരമായ കലിയായി. ഞാൻ പിന്നെ നീലത്തിരി കത്തിച്ച എന്തിനാണ്? ഞാൻ പിന്നെ പച്ചത്തിരി കത്തിച്ച എന്തിനാണ്? എന്ത് മാതാവാണ് ഞാൻ? ഇതിനു വേണ്ടിയല്ലേ ഇക്കാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇതിനു വേണ്ടിയല്ലേ, ഈ ഇസ്രയേലിൽ പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് പഠിക്കാൻ ചെന്നപ്പോൾ കുടവടച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് തനി നിറം കാണിച്ച്. ഈ തനി നിറമുണ്ടേ, അതാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിൽ ഈ തനി നിറമുണ്ടേ. 2 ആഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാൽ തനി നിറം പുറത്ത് വരും. പക്ഷേ ഈ തനി നിറത്തിൻ്റെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ തനി നിറം ദൈവത്തിന് ഇങ്ങനെ സൂര്യപ്രകാശം പോലെയാണെന്നാണ് പറയണത്. കാണാൻ നേരത്തെ വെറുതെ വന്ന് പണി മേടിക്കല്ലേ. ഇപ്പോൾ നൈസി വെട്ടക്കലിന് മാതാവ് സേവ് കണ്ടില്ലേ? എങ്ങനെ സേവ് ചെയ്തത്? അതായത് ഒക്ടോബർ 4-ാം തീയതി
യാത്ര മുടക്കി. അപ്പം അന്ന് യുദ്ധമില്ലേ? അന്ന് യുദ്ധമില്ല. പക്ഷെ അമ്മയ്ക്കറിയാം യുദ്ധം നടക്കാൻ പോണെന്ന്. അതാണ് വിഷയം. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു. നിന്റെ ആന്തരിക വിചാരം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ് അഗൈൻ. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. 139 സങ്കീർത്തനം 2. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എല്ലാ വിഷയത്തിൻ്റെ മേലും ബ്ലൂ പ്രിൻ്റ് കയ്യിലുണ്ടെന്നായി പറയണത്. മനസ്സിലായില്ലേ? എവരിത്തിങ്. നിങ്ങളുടെ തനിനിറത്തെക്കുറിച്ച് ഒരു അറിവുണ്ട്. ഇവൾ അമ്മയെ തെറി വിളിക്കുന്ന കാര്യം ഉറപ്പാണ്, നമുക്കറിയാം. യാത്ര ഒന്ന് മുടങ്ങിയാൽ അമ്മയെ തോന്നിയ മാസം പറയുമെന്നറിയാം നമ്മുടെ ജീവിതത്തിന്. പക്ഷെ ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആളിന് ഭയങ്കര സങ്കടമായി. എന്താണ്? ഈ ചെന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. ചെന്നവർ തന്നെ അടുത്തത് നമ്മളവിടെ ചെല്ലും. നമ്മുടെ പ്രധാനമന്ത്രി വണ്ടിയും കൊണ്ട് വേറെ ചെല്ലും. എന്തിനാണ് ചെല്ലണത്? ഓപ്പറേഷൻ അജയ്. അവിടെ ചെന്നവരെ തന്നെ തിരിച്ചു കൊണ്ടുപോരാൻ. ഈ ഒരു കഥ അമ്മ നേരത്തെ അറിയണം എന്നാണ് പറയണത്. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് അറിയുന്നു, നിൻ്റെ ഓരോ വിചാരവും ഞാൻ അറിയുന്നു. അതുകൊണ്ട് സംരക്ഷണമാണ് ഉടമ്പടിയിലെ. ഉടമ്പടി നിനക്ക് സംരക്ഷണം തന്നിരിക്കുകയാണ്. അപ്പോൾ നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ്. ഇതൊരു അയൺ ഡോമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലയം തീർത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിലെ എന്നെ വിളിച്ചു ചേർത്തതിനും ചിറകിന്റെ കീഴിലെ എന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും നന്ദി പറയുന്നു. ഉടമ്പടിയുടെ ആന്തരിക പരിച്ഛേദങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും. നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും, നിങ്ങളെ വളർത്തും, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും. ഈ മേരി ജോർജിൻ്റെ സാക്ഷ്യത്തിന് ഒരു പ്രത്യേകത എന്താ അറിയാം? മേരി ജോർജ് പറയണത് എനിക്ക് അപ്പം ഈ ആദ്യം മകൾ വന്ന് സാക്ഷ്യം ആദ്യം മകൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് മകൾ ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേരി ജോർജിൻ്റെ മനസ്സും മാറിയായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലായി. ഇത് ആൾക്കാർ നമ്മുടെ ശത്രുക്കൾ പറഞ്ഞ് പരത്തണ കാര്യങ്ങളാണ്. അപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ മേരി ജോർജ് നേരിട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാക്ഷി യൂട്യൂബിലുണ്ട്, നോക്കണേ. അവരുടെ പ്രസംഗങ്ങൾ, കുറേ പ്രസംഗങ്ങളുണ്ട് അവർക്ക്. അവർ പറയും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്, പക്ഷെ അതല്ല പ്രശ്നം. ഞാനൊരു ദൈവ പൈതലല്ല, അതാണ് സംഭവം. അവൾ കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാണ് ഫുള്ളൻ, പക്ഷെ അവർ തന്നെ പറയുന്നത് ഞാനൊരു ദൈവ പൈതലല്ല എന്ന് പറയും. അതിനവർ പറയുന്ന ന്യായം എന്താണെന്നറിയാവോ? ആ ന്യായം നമ്മൾ കേൾക്കണം. അവർ പറഞ്ഞത് ഞാൻ ദൈവ പൈതൽ, ഇപ്പം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ ഞാൻ അവകാശിയല്ല എന്ന് പറയും. അതാ പ്രശ്നം. ഉടമ്പടി അവകാശം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ മേരി ജോർജ് പറയും ഞാൻ മക്കളാണ്, പക്ഷേ ഞാൻ അവകാശിയല്ല. എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്താണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവർ പറയണതേ 8:17 എടുത്ത് റോമ 8:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അപ്പം ഇവർ അവകാശികളല്ല എന്നാണ് പറയണത്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലെന്ന്. അതാണ് സംഭവം.
ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാർ നമ്മളെ നല്ല ശരിക്കും ധ്യാനിപ്പിക്കുകയെ ചിലർ. അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ്, കാര്യം എന്താ, ഞാൻ കർത്താവിൻ്റെ വാക്ക് പാലിക്കണില്ല. എന്താ കാര്യം, എനിക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാര്യം ഇവരെന്തോ ഒരു സഹകരണ സംഘത്തിലാണ്, ഈ അയൽക്കൂട്ടമൊക്കെ ഉണ്ടായിരുക. പിന്നെ എന്താണ്, നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ സഹകരണ സംഘമുണ്ട്, പിന്നെ എന്തുണ്ട്, കുടുംബശ്രീയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കുടുംബശ്രീയിൽ നിന്ന് അവർ പുറത്താക്കിയിരിക്കണം എന്ന് തോന്നുന്നു. കുടുംബശ്രീയിൽ ചിലരകത്താക്കും, ചിലർ പുറത്താക്കും, എല്ലാം സാമ്പത്തിക വിഷയമാണല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. അത് കാരണം ഈ തന്നെ പുറത്താക്കിയ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവകാശിയല്ല എന്നാണ് ഭയങ്കര. നിങ്ങളൊക്കെ ചിന്തിച്ചേക്കണം ഈ വിഷയം. അതായത് ഞാൻ അവകാശിയല്ല എന്നാണ് ഇവൾ പറയണത്. എനിക്ക് അവകാശിയാകണം, അവരോട് ക്ഷമിക്കണം. പക്ഷേ എൻ്റെ മനസ്സ്, ഞാൻ കള്ളിയായിട്ട് എന്നെ മുദ്രകുത്തിയല്ലേ അവർ പുറത്താക്കിയത്, അത് തെരിക്കണം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കണം. ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ഇത് തെളിച്ച് തന്നെ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ സത്യാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. ഞാൻ കാലണ ഒരു മനുഷ്യൻ്റെ എടുത്തിട്ടില്ല, പക്ഷേ അത് നാട്ടിൽ കാലിയപ്പോൾ മുമ്പ് ഞാൻ കള്ളിയാണ്. അതുകൊണ്ട് അമ്മ ഇത് തിരിച്ചു തരണം, എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരന്ന് സ്വപ്നത്തിൽ ഒരു മുസ്ലിം വേഷധാരിയായ ഒരു ചെടുത്തി തൻ്റെ 12 വയസ്സുകാരൻ പയ്യനുമായിട്ട് നടന്നു പോവുകയാണ്. സ്വപ്നത്തിലാണ്, അടയാളം കൊടുത്തതാണ്. കാര്യം അമ്മ ഈ വെയിലക്കിട്ടേക്കുമല്ല. അപ്പം അതാണ് അവരങ്ങനെ അവരുടെ സാക്ഷ്യം വേണ്ട, അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന്. കാര്യം അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ, ചോദിക്കണ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ട്. 12 വയസ്സുള്ള ഈശോയുമായിട്ട് അമ്മ യാത്ര ചെയ്യുന്ന ഒരു അടയാളം കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടത് എന്താണ്, അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന്, എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, പാസ്ബുക്കെല്ലാം എടുപ്പിച്ചു. പാസ്ബുക്കെല്ലാം എടുപ്പിച്ച് പറഞ്ഞു, ഇത് 16,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദത്തോടെ അവർ ബാങ്കിൽ നിന്ന് എടുത്തതാണ്. വേറെ ഒരു 23,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദം ഇല്ലാതെ ബാങ്കിൽ നിന്ന് എടുത്തതാണ്, നീ അവിടെ പാസ്ബുക്കെല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു സാക്ഷ്യത്തിൻ്റെ അതായത് സാക്ഷ്യമാണ് പോക്കുണ്ടല്ലേ, നമ്മളുടെ പ്രശ്നം പർട്ടിക്കുലർ പ്രോബ്ലം എന്താണ്, ആ പർട്ടിക്കുലർ പ്രോബ്ലം അതുപോലെ പഠിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാത്തിനെയും വിളിപ്പിച്ചു, എല്ലാത്തിൻ്റെയും പാസ്ബുക്ക് എടുപ്പിച്ചു. അപ്പോഴേ ഈ അവർ പറഞ്ഞ് അമ്മ പറഞ്ഞ പോലെ തന്നെ 23,000 രൂപ എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ പാസ്ബുക്കിൽ കണ്ടത്. അപ്പോൾ കറക്റ്റ് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മേരി മാതാവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെയാണോ മെനയാന്ന് സജി തോമസിന് സാക്ഷ്യം. ഇവിടുത്തുകാരനായ നമ്മുടെ മലയാളിയാണ്, പക്ഷേ പുള്ളിക്കാരൻ 10-20 കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ, പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജി തോമസ്. അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ ബസ്സുകാർ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. അപ്പോഴേ കുറേ പ്രോബ്ലമാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ സ്കൂൾ നടത്തുകയാണ്, 4 സ്കൂളുണ്ട്. വൈഫ് പ്രിൻസിപ്പളാണ്, പുള്ളിക്കാരൻ അതിൻ്റെ ചെയർമാനാണ്. അപ്പോൾ സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങൾക്കറിയാവില്ല, ഓരോ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റാണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ, ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറിയില്ലേ, ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും, ഇപ്പം നടത്തുന്നത് വേറെ ആൾക്കാരായിരിക്കും. കൂടുതൽ ആൾക്കാർ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിൻ്റെ അകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ചിന്തിച്ച് വയ്ക്കാനേ, കഷ്ടപ്പെട്ടത് അങ്ങേര്. പിന്നെ ട്രസ്റ്റായതുകൊണ്ട് ഷെയറല്ലേ, 1% കൂടുതൽ ആർക്കിടുന്നു അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ. അതിന് കമ്പനികൾക്കും അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാരപ്പെട്ട ആൾക്കാർക്ക് ഷെയർ കൊടുക്കത്തില്ല. പക്ഷെ സന്നദ്ധം നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ അധികാരം കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇയാളുടെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ടു.
സജി തോമസിൻ്റെ. മാന്യനായൊരു മനുഷ്യൻ, നല്ല രസകരമുള്ള സാക്ഷ്യമാണ്. ഇട്ടിട്ടില്ല, ഈ ദിവസങ്ങൾ അപ്പ് ചെയ്യും. അദ്ദേഹം വേറെ സർക്കാസ്റ്റിക്കായിട്ടൊരു കാര്യം പറയും. അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തന്നെ മൊബൈലിലൊരു മെസ്സേജ് വന്ന്. എന്ത് മെസ്സേജ് എന്നറിയാവോ? കിട്ടക്കടമായൊരു സംഭവം ഉണ്ടായിരുന്നു. 3 കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ്. ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇത് ചിന്തിച്ചിട്ടില്ലേ മനുഷ്യൻ? ഈ മനുഷ്യൻ അതിനെ ഉടമ്പടി എടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ല. കാര്യം അത് പുള്ളി എഴുതി തള്ളിയാലും നിൻ്റെ രക്തത്തിൻ്റെ പണമാണ്, നിൻ്റെ വേർപ്പിൻ്റെ കാശാണെങ്കിൽ അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ്. പത്രവിതരണം ചെയ്യുന്ന കാര്യത്തിലും അത് ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത്. ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം കർത്താവിനെ അറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ആദ്യമേ തന്നെ ദൈവത്തിന്. ഇപ്പം ചില ആൾക്ക് എന്നെ കാണാൻ വരത്തില്ലേ, അച്ഛനെ കാണാൻ ഇവിടെ ആൾത്തറയിൽ കടവുള്ളവർ വരും, രോഗികൾ വരും. ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും, ചേട്ടാ ഇത് ശരിയാകത്തില്ല ചേട്ടാ എന്ന് പറയും. അതെന്താ കാര്യം? ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല. വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി. ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല. പെണ്ണുമ്പിള്ളയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ നോക്കും, വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കണ പോലെ അടിക്കത്തില്ല. ചിലന്മാരുടെ തലയിൽ കൈവെക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ലെന്നറിയാം. ഇപ്പം എൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം, ചേട്ടാ നടക്കത്തില്ല ചേട്ടാ, വടിയിട്ടൊക്കെ പറയും. അതെന്താ കാര്യം? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് ആരുടെയെങ്കിലും കെയർ ഓഫിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. സത്യസന്ധത ഒരു പ്രശ്നമുണ്ട്. അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല. ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല. മനസ്സിലായില്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെപ്പോലെ തന്നെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ എന്ന് വെച്ചോ, ഓക്കെ, നിങ്ങൾക്ക് ആവതുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കത്തില്ല. അതിന് പകരം വൈഫിനെ കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ നോക്കുകൂലി വാങ്ങിക്കും. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത്. അപ്പം നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരീക്ഷക്കാരെ അച്ഛൻ നേരിട്ട് എടുക്കണില്ലല്ല. പരീക്ഷക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യണം. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഒരു വീട്ടിൽ 2-3 ഉടമ്പടി ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുപ്പിക്കേ. അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലല്ല. നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കുക. അപ്പം പിന്നെ അത് ആ ഉടമ്പടി മകള് ഉപയോഗിക്കാൻ പറ്റും, അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല. അപ്പം അത് അങ്ങനെ മക്കൾ ചെയ്യണം. അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പടി എടുക്കരുത്. അതൊരു മണ്ടത്തരമാണ്. ഞങ്ങൾക്കിങ്ങനെ ഉടമ്പടിയുടെ എണ്ണം കൂടി ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട്. ചേച്ചി എന്താ പറയണത്? ഞാൻ ദൈവ പൈതലല്ല, എനിക്ക് കർത്താവിൻ്റെ അവകാശമില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ നോക്കണ അതാണ്. ഉടമ്പടി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണ എന്തുമാത്രം ബോധ്യപ്പെടാൻ പറ്റും? ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും. ഉണ്ടെന്നാ ഇല്ലെന്നാ. ആ കൗൺസിലിന് കണ്ണ് കാണാൻ പാടില്ലെങ്കിൽ ഉണ്ടെന്നാണോ പറഞ്ഞതെന്ന് ഇല്ലെന്നാണെന്ന് അറിയാൻ പറ്റില്ല. അവർ ടിക്കിടും. ഇപ്പോൾ വയസ്സന്മാരൊക്കെ അല്ലേ ഇരിക്കണം. എനിക്ക് അത് കാരണം എനിക്ക് പേടിയാണ്. ഇവരെന്തെന്ന് പടപെടാൻ ടിക്കറ്റ് പോകണല്ലോ. അതെന്ന് വെച്ചാൽ പ്രശ്നം, നിങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തലയാട്ടും. ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പാടില്ല. എല്ലാവരും ടിക്കിടും. എന്താണ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കണ പോലെ നിൽക്കുകയാണ് അവിടെ.
നിങ്ങൾ മര്യാദക്ക് ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക. എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. അല്ല, ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ തോന്നിവാസം ചെയ്യുകയും ചെയ്യും, ഇവിടെ വന്ന് നുണ പറഞ്ഞ് രേഖ ഉണ്ടാക്കിയിട്ട് പോന്നു കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാനാണ്? ഉടമ്പടിയോട് സിൻസിയറിറ്റി കാണിക്കണം. ദൈവം എന്താ കൗണ്ട് ചെയ്യണത്? ദൈവം ഈ ക്ലാപ്പ് പേപ്പറിലാണ് കൗണ്ട് ചെയ്യണത്. ക്ലാപ്പ് പേപ്പർ കൗണ്ട് ചെയ്യണ ജോസഫച്ചൻ. ദൈവം കൗണ്ട് ചെയ്യണം അതല്ല, വേറൊരു ക്ലാപ്പ് പേപ്പറുണ്ട്. ഈ സത്യസന്ധമാണോ എന്ന് ദൈവത്തിന് അറിയാമല്ല. ഈ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവസ്നേഹത്തോട് സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷവിഹിതമായി പ്രതികരിച്ചിട്ട് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് ശ്രദ്ധാപൂർവ്വം പാലിച്ച് സാക്ഷികളാക്കി മാറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ലൂക്ക